ഹലോ ഹായ് നമസ്കാരം. ഞാൻ നൗഷാദ്. റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി എങ്ങനെയാണ് ഒരു ഡ്രമ്മിൽ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളെൻ്റെ സൈഡ് ഭാഗത്തും ബാക്ക് ഭാഗത്തൊക്കെ കാണുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി ചട്ടിയിലും ഡ്രമ്മിലും സെറ്റ് ചെയ്തതാണ്. ആദ്യം നമുക്ക് ഒരു ഡ്രമ്മിലും ചട്ടിയിലുമായിട്ട് സെറ്റ് ചെയ്ത ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത, ഇത് ഒരു 5 വർഷമൊക്കെ പ്രായമുള്ളൊരു ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ഒരു ചെടിയാണ് നിങ്ങൾ കാണുന്നത്. ഇത് കണ്ട, കായ്ച്ചിട്ട് കണ്ട, ഇത് കണ്ട, പഴം കണ്ട, ഇങ്ങനെയാണ് പഴം ഉണ്ടാകുക. ഇതാ കണ്ടില്ലേ, നമുക്കൊരു മാസത്തിൽ 30 ദിവസത്തിനുള്ളിൽ തന്നെ പൂവ് വിരിഞ്ഞ് ഒരു 30 ദിവസമാകുമ്പോഴേക്കും നമുക്കിത് വിളവെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മെയ് പകുതിയോടുകൂടി, പുതുമഴയ്ക്ക് ശേഷമാണ് ഇത് പൂവിടുക. അതിനുശേഷം നമുക്ക് ഒരു ഒക്ടോബർ പകുതി വരെ നമുക്കിത് വിളവ് കിട്ടും. ഒരു 5 പ്രാവശ്യമെങ്കിലും, ഒരു മാസമാണ് നമുക്കൊരു പഴം വിളവെടുക്കേണ്ട സമയം. അങ്ങനെ ഒരു 5 ടേമെങ്കിലും നമുക്കിത് വിളവെടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ ഇത് കണ്ട നിങ്ങൾ, ഒരു ചെറിയൊരു ചട്ടിയിൽ, ഒരു 16 ഇഞ്ച് ചട്ടിയിൽ സെറ്റ് ചെയ്തത് കണ്ട നിങ്ങൾ, പഴത്തിൻ്റെ വലുപ്പം കണ്ട, ഇതാ ഇതൊക്കെ ഒരു 16 ഇഞ്ച് ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. കണ്ടില്ലേ, ഇത് വെറും ഇതാ എല്ലാ ഭാഗത്തും കായ്ക്കുന്നത്. ഇതൊരു 3 വർഷം പ്രായമായ തെയ്യാണ് ഈ കാണുന്നത്, ഈ ചട്ടിയിൽ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ആ ഡ്രമ്മിൽ സെറ്റ് ചെയ്തത് നമുക്കൊരു 5 വർഷത്തിൽ കൂടുതൽ പ്രായമായ തെയ്യാണ് ഈ കാണുന്നത്. 5 വർഷമൊക്കെ കഴിയുമ്പോൾ ഇത് കൂടുതലായിട്ട് നമുക്ക് ഈൽഡ് തന്നുകൊണ്ടേയിരിക്കുന്നതാണ്. പിന്നെ ഒരു പ്രത്യേകത ഇതിനുള്ളത്, മണ്ണ് കുറവ് മതി എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇതിന് 4 വേരുകൾ, മേൽവേരുകളാണ് ഉണ്ടാകുക. നമ്മൾ ഒരു ചട്ടിയിലോ ഡ്രമ്മിലോ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 1/4 ഭാഗം മാത്രമേ നമുക്ക് പോട്ടിങ് നിറച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ വേര് പിടിപ്പിച്ച തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇത് വാട്സാപ്പ് നമ്പറാണ്. വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇത് കൊറിയറായിട്ടും അയച്ചു തരുന്നതാണ്. വേര് പിടിപ്പിച്ച തൈകൾക്ക് ചാർജ് വരുന്നത് 100 രൂപയാണ്. വേര് പിടിപ്പിച്ച തൈകൾക്ക് ചാർജ് വരുന്നത്. അപ്പം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്ത് നോക്കാം. ഇത് റെഡ് വെറൈറ്റിയാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പല ആളുകളും വിളിച്ച് ചോദിക്കുന്നത് ഇത് വൈറ്റ് ആണോ റെഡ് ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. വൈറ്റ് വെറൈറ്റി ഞാനിവിടെ ചെയ്യലില്ല. ഇത് മുമ്പ് ഞാൻ ചെയ്തിരുന്നു. അപ്പം വൈറ്റ് വെറൈറ്റി മധുരം കുറച്ച് കുറവാണ്, അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കി. അപ്പം നമുക്ക് റെഡ് വെറൈറ്റിയാണ്. കണ്ട, ഇതിൻ്റെ അകവശം കണ്ട, എന്തൊരു ഭംഗിയാണ് നോക്കിയേ. അതുപോലെ തന്നെ നല്ല സ്വീറ്റാണ്. നമുക്കിത് ജൈവവളത്തിലാണ് ഇത് കൂടുതലായിട്ട് ചെയ്യേണ്ടത്. രാസവളത്തിൽ ചെയ്യുന്നതിലും നല്ലത് ഇത് ജൈവവളത്തിലാണ് ചെയ്യുന്നത്. നല്ല ജൈവവളത്തിലാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഇതിൽ നമുക്ക് മധുരം കൂടുതൽ കിട്ടുന്നതാണ്. പിന്നെ പല ആളും പറയുന്നത് ഇതിൽ മധുരമില്ല, അത് കടയിൽ നിന്ന് രാസവളം മാത്രം, കാരണം അവർ വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിട്ട് വരുന്നതാണ്. അപ്പം രാസവളത്തിൽ ഇത് മധുരം കുറച്ച് കുറവാണ്. നമുക്ക് ജൈവവളത്തിൽ നമുക്കിത് മധുരം, നല്ല മധുരം കിട്ടുന്നതായിട്ട് അനുഭവപ്പെടുന്നു. ഇതൊക്കെ കൃഷി ചെയ്തവർക്ക് അറിയാം ഇതിൻ്റെ മധുരവും കാര്യങ്ങളൊക്കെ. നല്ല മധുരമുണ്ട്. ഞാനിതെല്ലാ വർഷവും ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നതാണ്. എന്നാലും ഞാൻ ഈ വർഷത്തെ ആദ്യത്തെ വിളവെടുപ്പാണ് ഈ കാണിച്ചത്. മധുരം നമുക്കൊന്ന് നോക്കണമല്ലോ. നല്ല മധുരമുണ്ട്. ഞാനിവിടെ കൂടുതലായിട്ട് 3-4 വെറൈറ്റികൾ മാത്രമേ ഞാനിവിടെ കൃഷി ചെയ്യുന്നുള്ളൂ. ആദ്യമൊക്കെ കുറേ കൂടുതൽ കൃഷി ഞാൻ ചെയ്തതാണ്. അപ്പം ഈ വെറൈറ്റികളിൽ നിന്ന് ഇതിലൊരു ഫംഗൽ വരുന്നുണ്ട്. നമുക്ക് കൂടുതലായിട്ടും ഫംഗൽ പ്രതിരോധ ശേഷിയുള്ളത് മലേഷ്യൻ റെഡിനാണ്. ഞാനിവിടെ മലേഷ്യൻ റെഡ്, മെക്സിക്കൻ റെഡ്, റോയൽ റെഡ്, ഇങ്ങനെയുള്ളൊരു 3-4 വെറൈറ്റികൾ മാത്രമേ ഞാനിവിടെ കൃഷി ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു ഡ്രമ്മിൽ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിന് മണ്ണൊരുക്കേണ്ടത് എന്ന് നമുക്കിത് നോക്കാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു ഡ്രമ്മിൽ നമുക്കൊരു ഡ്രാഗൺ ഫ്രൂട്ട്സ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്കതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു 50 ലിറ്ററിൻ്റെ ഡ്രമ്മാണ്. അതുപോലെ ഒരു PVC പൈപ്പ്, ഒരു 5 അടി ആയിട്ടുള്ള PVC പൈപ്പ്, അതുപോലെ 2 കമ്പി, അതുപോലെ 2 PVCൻ്റെ ഒരു 1/2 ഇഞ്ചിൻ്റെ പൈപ്പ്, പിന്നീട് ഒരു ടയറ്, അതുപോലെ കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങൾ വേണം. പിന്നെ അതുപോലെ ഇതിലേക്ക് നടക്കുന്ന പോട്ടിങ്ങുകൾ, അത് നമുക്ക് വഴിയെ നോക്കാം. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു ഡ്രമ്മോ ചട്ടിയോ, നമുക്ക് ഒരു 16 ഇഞ്ച് മുതലുള്ള ചട്ടി ആയാലും മതി, ഒരു 16 18 ഇഞ്ചോ ചട്ടി ആയാലും മതി. ഞാൻ നേരത്തെ പറഞ്ഞു മണ്ണ് കുറച്ച് മതി നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിക്ക്. അതായത് വേരുകളും മേൽവേരുകളാണ് ഇതിനുണ്ടാകുക. അതുപോലെ തന്നെ വെള്ളം ശേഖരിക്കുന്നതാണ്, അതായത് കാറ്റസ് ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് പഴച്ചെടി. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ഇതിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് ഓൾസിട്ടിരിക്കണം. കണ്ടോ, നല്ല രീതിയിൽ സൈഡ് ഭാഗത്തൊന്നും പോലെ. നമ്മുടെ മാവിൻ്റെ തൈകളൊക്കെ വെക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് സൈഡ് ഭാഗത്തു നിന്നാണ് ഓൾസിടുക. പക്ഷേ ഡ്രാഗൺ ചെടിക്ക് അടിഭാഗത്ത് തന്നെ ഓൾസിടണം. അതെന്തിനാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, വെള്ളം വാർന്നു പോകണം. നന്നായിട്ട് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഡ്രാഗൺ പഴച്ചെടിക്ക് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അതായത് ഇതിൻ്റെ തണ്ടുകൾ അഴുകിപ്പോവും, ചീഞ്ഞ് അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ട് ആ ചെടികൾ തന്നെ നശിച്ചു പോകും. അപ്പം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല യാതൊരു കാരണവശാലും. അതായത് മഴക്കാലത്തൊക്കെ ഇതിൽ വരുന്ന വെള്ളം വാർന്നു പോകണം.
അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ പൈപ്പ് എടുക്കുക. ഈ പൈപ്പിൽ നമ്മൾ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടി പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 2 ഹോൾസ്, ഞാനിപ്പോൾ 1/2 ഇഞ്ച് PVC പൈപ്പ് സെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഭാഗത്തും ഹോൾസ് എടുക്കണം. അതായത് നമുക്കിത് ഡ്രമ്മുമായിട്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ പൈപ്പ് നമുക്ക് എല്ലാ കമ്പിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊരു 10 mm കമ്പി ആയാലും മതി. കമ്പി പിന്നെ തുരുമ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ PVC ചെയ്യുന്നത്. ഇനി ഇതുപോലെ വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാം. നമ്മൾ ആദ്യം ഹോൾസ് എടുത്ത് വെക്കണം നിർബന്ധമായിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ അടുപ്പിൽ വെച്ച് കമ്പി പഴുപ്പിച്ചിട്ട് ഇവിടെ ഒരു കമ്പി കുറച്ച് താഴെയും കുത്തി കൊടുക്കുക, ഒരു കമ്പി കുറച്ച് മുകളിലും പഴുപ്പിച്ചിട്ട് അടുപ്പിൽ വെച്ച് പഴുപ്പിച്ചാൽ മതി. ഒരു 10 mm കമ്പി മതി. കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബാലൻസ് ചെയ്ത് നിൽക്കുന്നതാണ്. ഇനി നമുക്ക് PVC ഇത് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലൊരു പൈപ്പ്, ഈ ഒരു പൈപ്പിൽ ഒരു ഭാഗത്ത് ഇതുപോലത്തെ ഒരു ക്യാപ്പ് ഞാൻ പിടിപ്പിച്ചു, കണ്ടില്ലേ? ഇനി എന്ത് വേണം, ഈ ഹോൾസ് ഞാൻ ആദ്യം എടുത്തു വെച്ച ഹോൾസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇതിങ്ങനെ കയറ്റി കൊടുക്കുക. ഇവിടെ ഹോൾസ് ആയിട്ട് കറക്റ്റ് ആയിരിക്കും. നമ്മൾ ആദ്യം അളവ് പിടിച്ച് റെഡിയാക്കണം. ഇതിങ്ങനെ കയറ്റി ഈ ഭാഗത്തേക്ക് ഒന്നിട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതവിടെ നിന്നു. പിന്നെ അടുത്തത് ഇപ്പുറത്തെ ഭാഗത്തും കൂടി അതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇത് അളവ് പിടിച്ച് റെഡിയാക്കിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് അതൊക്കെ ഞാൻ കാണിക്കാത്തത്. ഇതൊക്കെ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ അളവ് പിടിച്ചിട്ട് ആദ്യം തയ്യാറാക്കി വെക്കുക. ഇതൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ എടുത്തിട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ വെച്ചു. ഇനിയിപ്പം എന്ത് വേണം, ഇതുപോലെ 2 ക്യാപ്പും കൂടെ ഈ ഭാഗത്ത് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. സേവിങ്. ഇനിയിപ്പോൾ ഇത് നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് റെഡിയാക്കി ലെവലാക്കി വെച്ചു. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഈ ക്യാപ്പ് ഈ ഭാഗത്തുനിന്ന് ഇട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുക്കാം. ഉണ്ടോ, കയ്യിനെ കൊണ്ടൊന്ന് ടച്ച് ചെയ്താൽ മതി. അതവിടെ നിന്നു. ഇനി അത് ഊരിപ്പോവില്ല. ഇനി ഇപ്പുറത്തെ സൈഡിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്യാപ്പ് ഇതാ ഇവിടെ ഇട്ട് ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കുക. കണ്ടോ, ഇപ്പം ഇതിവിടെ നിന്നു. ഇനിയിപ്പോൾ നമ്മുടെ മണ്ണൊക്കെ വരുമ്പോൾ നമുക്കിത് ടൈറ്റായി കിട്ടും. ഇതിപ്പോൾ ഇതിങ്ങനെ സെറ്റായി. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്, ഇനി ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഈ പൊട്ടിയ ഓടിൻ്റെ കഷ്ണം, അതായത് മണ്ണ് വന്ന് ടൈറ്റാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഓടിൻ്റെ കഷ്ണം, അല്ലെങ്കിൽ നമുക്ക് ഈ 1/2 ഇഞ്ച് മെറ്റിലൊക്കെ കിട്ടുമെങ്കിൽ അത് സെറ്റ് ചെയ്താലും മതി. ഞാനിവിടെ ചെയ്യുന്നത് ഓടിൻ്റെ കഷ്ണമാണ്. അപ്പോൾ അതിവിടെ എടുത്ത് വെച്ചു. എന്ത് ചെയ്യണം, ഒരു ലെയർ നമുക്ക് ഈ ഓടിൻ്റെ കഷ്ണങ്ങൾ ഇതുപോലെ കുറയ്ക്കും. ഈ ഹോൾസുള്ള ഭാഗത്തൊക്കെ ഓരോ ഓടിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നമ്മളൊന്ന് ലെവലാക്കി വെച്ച് കൊടുക്കുക. അതായത് മണ്ണ് വന്ന് അവിടെ ടൈറ്റാക്കാതിരിക്കാൻ ഇങ്ങനെ ഒരു ലെയർ ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുക. അത് റെഡി ആയിട്ടുണ്ട്. ഹോൾസുള്ള ഭാഗത്തൊക്കെ ഞാൻ ഓടിൻ്റെ കഷ്ണം സെപ്പറേറ്റ് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കൊടുക്കുക. ബാക്കി ഉടക്കി അതിൻ്റെ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളത് മണ്ണാണ്. ഇതിലേക്ക് നിറക്കേണ്ട മണ്ണ് പോട്ടിംഗ് ആണ്. നമ്മളത് തയ്യാറാക്കണം. അതെങ്ങനെയാണ് വേണ്ടത്, ഇപ്പം ഞാനിപ്പോൾ നല്ല മഴയാണ് പുറത്ത്, അതുകൊണ്ട് ഞാൻ എൻ്റെ കാർപോർച്ചിൽ കയറ്റിയിട്ടിട്ടാണ് ഉള്ളത്. അപ്പോൾ മഴ പെയ്ത് തോർന്നു. അപ്പം ഒരു ഭാഗം മണ്ണ് ഇതാ നിങ്ങൾക്ക് കാണാം, ഒരു ഭാഗം മണ്ണ്, ഒരു ഭാഗം ഉമി കിട്ടുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഉമിയാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റുമണൽ കിട്ടുമെങ്കിൽ ആറ്റുമണൽ ചേർക്കുക. പല ആളും എന്നെ വിളിച്ച് ചോദിക്കുന്നത് എംസാൻഡ് ചേർക്കാൻ പറ്റുമോ? എംസാൻഡ് ചേർക്കാൻ പറ്റില്ല. നമുക്ക് ആറ്റുമണൽ കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലത് ആറ്റുമണലോ ഉമിയോ, ഈ രണ്ടിലേതെങ്കിലും ഒന്ന് ചേർക്കുക. ചകിരിച്ചോറ് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ടാണ് ചകിരിച്ചോറ് ചേർക്കണ്ട എന്ന് പറയുന്നത്. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഉമിയാണ്. കണ്ടോ, നിങ്ങൾ ഈ പോട്ടിങ് കാണുമ്പോൾ മനസ്സിലാവും ഉമിയാണ്. അപ്പം ഒരു ഭാഗം മണ്ണ്, ഒരു ഭാഗം നമ്മുടെ ഉമി കിട്ടുമെങ്കിൽ ഉമി, അല്ലെങ്കിൽ മണൽ. പിന്നീട് നമുക്ക് ചേർക്കേണ്ടത് ഒരു ഭാഗം അനുബന്ധ വളങ്ങളാണ്. അതിൽ നമ്മൾ ചേർക്കേണ്ടത് ചാണകപ്പൊടി, പിന്നെ നമുക്ക് എല്ലുപൊടി, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്. അതിൽ എല്ലുപൊടി ഒരു 250 ഗ്രാമും ഒരു പിടി വേപ്പ് പിണ്ണാക്ക് ഒരു 100 ഗ്രാമോളം വേപ്പ് പിണ്ണാക്കും ചേർക്കണം. ചാണകപ്പൊടിയും ഇതെല്ലാം കൂടിയിട്ട് ഒരു ഭാഗം നമുക്ക് അനുബന്ധ വളങ്ങളും കൂടി ചേർക്കുക. നമ്മളൊരു ചട്ടി, ഇപ്പം ഇതുപോലൊരു, ഞാനിപ്പോൾ അളവെടുക്കുന്നത് ഇതുപോലുള്ളൊരു ചട്ടിയാണ്. ഈ ഒരു ചട്ടിക്ക് കണക്കായിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുക. അപ്പം അതിൽ നമുക്ക് ഒരു ഭാഗം മണ്ണ്, ഒരു ഭാഗം ഉമി, പിന്നെ ഒരു ഭാഗം ചാണകപ്പൊടി. അതിൽ നമുക്ക് കൂടുതലായിട്ടും ചാണകപ്പൊടി ചേർക്കേണ്ടതുണ്ട്. അപ്പം എന്ത് ചെയ്യണം, ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ നമ്മുടെ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും മണ്ണും ചാണകപ്പൊടിയും ഉമിയും ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം, വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഇതിലേക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ വേരുകൾ, നമുക്ക് ഈ 4 വേരുകൾ നന്നായിട്ട് വളരണം. നന്നായിട്ട് 4 വേരുകൾ വളരുമ്പോഴാണ് നമ്മുടെ ചെടി തഴച്ച് വളരുക, അതുപോലെ മുട്ടുകൾ ഉണ്ടാകുക, കായ്കൾ ഉണ്ടാകുക. ഇത് ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് വിളവുകൾ കിട്ടുന്നതാണ്. അതായത് ഈ ജൂൺ മാസം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മെയ്യോട് കൂടി തന്നെ ഇത് മുട്ടിട്ട് പൂത്ത് കായ്കൾ ഉണ്ടാകുന്നതാണ്. ഈ മണ്ണും
ഉമിയൊക്കെ ആയിട്ട് ഇളക്കമുള്ള മണ്ണിതാ. ഇതിലൊരിക്കലും നമുക്ക് വെള്ളം കെട്ടി നിൽക്കില്ല, വെള്ളം വാർന്നു പോകും. ഡ്രാഗൺ ചെടിക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല, വാർന്നു പോകണം. ഇങ്ങനെയുള്ള പോട്ടിംഗ് ആയിരിക്കണം നമ്മൾ നടക്കേണ്ടത്. ഇത് അധിക പേർക്കും അറിയില്ല. നമ്മൾ വെറുതെ മണ്ണ് വാരി നിറച്ചിട്ട് ഡ്രാഗൺ ചെടി നട്ട് കഴിഞ്ഞാൽ അത് വളരുമില്ല. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിന്നാൽ അഴുകി ചീഞ്ഞു പോകും. പലവർക്കുള്ള പ്രശ്നങ്ങൾ അത് തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിക്ക്. പോട്ടിംഗ് തയ്യാറാവാത്തതാണ് ആ കൃഷി പരാജയപ്പെടുത്തതിൻ്റെ കാരണം. ഇനി നമുക്കിത് നമ്മുടെ ഡ്രമ്മിലേക്ക് സെറ്റ് ചെയ്യുക. നമുക്ക് ഡ്രാഗൺ ചെടി ഇതിൽ നട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇപ്പം നമുക്ക് ഇതിലേക്ക് ഡ്രമ്മിലിട്ട് കൊടുക്കാം. ഇതാ ഞാൻ ഈ ഒരു ചട്ടിയാണ് എടുത്തത്. ഏകദേശം ഈ ഒരു ഡ്രമ്മിലേക്ക് ഒരു 3-4 ചട്ടി ഇതുപോലുള്ള മണ്ണ് കയറും. അപ്പോൾ അതിന് കണക്കായിട്ടാണ് ഞാൻ ഈ മണ്ണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് മണ്ണിട്ട് കൊടുക്കാം. ഓടിൻ്റെ മുകളിലേക്ക് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. ഇത്രയും മണ്ണ് മതി നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് ചെടിക്ക്. ഇനിയിപ്പം നമുക്ക് അടുത്ത വർഷം മുതൽ നമുക്കിതിൽ വളപ്രയോഗം, ഓരോ ലെയർ വളപ്രയോഗം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പം നമ്മൾ ഈ കാൽ ഭാഗം മാത്രം മണ്ണ് നിറച്ചാൽ മതി. ഇത്രയും മണ്ണിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒന്നുകൂടെ മഴയൊക്കെ കൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ഇത് ഇരിക്കും. ഇനിയിപ്പം നമുക്കിതിലേക്ക് ഡ്രാഗൺ ചെടിയും കൂടെ നമുക്കിതിൽ നട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്കിതിൽ ടയറും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇനിയിപ്പം നമുക്ക് ഡ്രാഗൺ പഴച്ചെടി ഇതിലൊന്ന് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതാണ് 2 തൈയാണ് ഇതിൽ വെക്കുന്നത്. ഇതിൽ 50 ലിറ്ററിൻ്റെ ഡ്രം ആയതുകൊണ്ട് ഇതിൽ 2 ചെടിയാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. നമുക്കൊരു 100 ലിറ്ററിൻ്റെ ഒക്കെ ഡ്രം ആണെങ്കിൽ നമുക്കൊരു 3 തൈ വരെ നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിലത്താണ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 4 തൈ വരെ ഒരു പോസ്റ്റിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പം ഇത് സെറ്റ് ചെയ്യുന്ന രീതി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ കുറച്ച് മണ്ണ് മാത്രം നീക്കം ചെയ്യുക. അതായത് ഇതിൻ്റെ വേര് മാത്രമേ അടിയിലേക്ക് പോകാൻ പാടുള്ളൂ. ഈ ഒരു ഭാഗം മാത്രമേ മണ്ണ് വരാൻ പാടുള്ളൂ. അധികാളും ചെയ്യുന്നത് ഇതിന് ഒരുപാട് താഴ്ചയിലേക്ക് കുഴിച്ചിടുമ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മണ്ണിട്ട് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം നിന്നിട്ട് എന്താവും, നമ്മൾ ഈ മണ്ണിലേക്ക് ഒരു ഈർപ്പം ഉണ്ടാവും. ആ ഈർപ്പം കെട്ടി നിന്നിട്ട് ഇവിടെ അഴുകാൻ തുടങ്ങും, മഞ്ഞ കളർ വരും. അത് അഴുകി പഴുത്ത് ചീഞ്ഞു പോകും. ആ ചീഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫംഗൽ ഇൻഫെക്ഷനായിട്ട് മൊത്തത്തിൽ അത് ചെടിയെ ബാധിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇതിൽ കുറച്ച് മണ്ണ് നീക്കി കൊടുക്കുക, ഈ വേര് മാത്രം അകത്തേക്ക് വെച്ച് കൊടുക്കുക, അവിടെ മണ്ണിട്ട് കൊടുക്കുക, ഇവിടെ മെല്ലെ ഇവിടെ വെക്കുക. വെച്ചില്ലേ? അപ്പം പിന്നെ പല ആളും ചോദിക്കും, എന്തരം മണ്ണ് നമ്മൾ ഫുള്ളായിട്ട് ഇടുമ്പോൾ ഇവിടെയൊക്കെ മണ്ണെത്തൂലേന്ന്. അതങ്ങനെയല്ല അതിൻ്റെ രീതികൾ. അതായത് നമ്മൾ ഇവിടം വരെ മണ്ണിട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് വേരുകൾ പതിയെ പതിയെ നാര് വേരുകൾ വളം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വരാൻ തുടങ്ങും. എന്തരാണ് നമ്മൾ ഒരു ലെയർ, ചെറിയൊരു ലെയർ അനുബന്ധ വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അതായത് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, അതുപോലെ അടുത്ത വർഷം മുതൽ ഉണങ്ങിപ്പൊടിഞ്ഞ കോഴി വളവും കൂടെ ഒരു ലെയർ കായ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. അത് നാല് വേരുകൾ ഇവിടുന്ന് വരാൻ തുടങ്ങും. ആ വരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. അതിനനുസരിച്ചിട്ട് വേരുകൾ മുകളിൽ നിന്ന് വരാൻ തുടങ്ങും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ ചെറിയൊരു കുഴി നമ്മൾ കയ്യിനെ കൊണ്ടിങ്ങെടുക്കുക. ആ വേരുകൾ മാത്രം അതിൻ്റെ അടിഭാഗത്ത് വെക്കുക, നിർത്തിക്കുക. അതിനുശേഷം മണ്ണ് അങ്ങോട്ട് ഇട്ട് വെക്കുക. ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഇത്ര മാത്രമേ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട്സ് ചെടി ഇതിൽ സെറ്റ് ചെയ്യേണ്ടത്, പഠിക്കേണ്ടതുള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ചെറിയൊരു കയറെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് അധികം മുറുകാതെ ഒന്ന് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിൽ പഴച്ചെടി സെറ്റ് ചെയ്യുന്ന രീതി നമ്മളിവിടെ തീർന്നു. ഇനി ഇവിടെ അട്ടക്കാല് വരും, പുതിയ പുതിയ അട്ടക്കാലുകൾ വന്ന് ഈ പൈപ്പിനോട് ഇത് ഒട്ടിപ്പിടിക്കാൻ തോന്നും. അങ്ങനെ ഒട്ടിപ്പിടിച്ച് മുകളിലേക്ക് എത്തും. മുകളിലേക്ക് ഒറ്റ സ്റ്റമ്പായിട്ട് വളരാൻ അനുവദിക്കണം. അപ്പം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഈ ഒരു മുള്ളിൻ്റെ അടുക്കുന്ന് ചിലപ്പം ഇവിടുന്ന് പൊട്ടാൻ തുടങ്ങും. ഇത് ക്ലിപ്പുകൾ ഇവിടുന്ന് പൊട്ടാൻ തുടങ്ങും. അങ്ങനെ 3-4 വരുമ്പം ഇതിൽ ആരോഗ്യമുള്ള ഒരെണ്ണം മാത്രം മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിച്ചു കൊടുക്കുക. 3-4 വന്നു കഴിഞ്ഞാൽ എല്ലാറ്റിനും ആരോഗ്യം കുറയും. അങ്ങനെ മുകളിലേക്ക് എത്തി ഇവിടെ നമ്മളൊരു ടയർ സെറ്റ് ചെയ്യണം. അതും കൂടെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ബാക്കിയും കൂടെ പറഞ്ഞു തരാം. അപ്പം ഇനി നമുക്ക് ഇതിലൊരു ടയർ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ഓൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കമ്പി പഴുപ്പിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കുത്തി കൊടുത്താലും ഈ കമ്പി അങ്ങ് കയറുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ആകൃതിയിൽ ഇവിടെ ഒന്നിങ്ങനെ ഇട്ട് കൊടുത്തു. ഇവിടെ ഇട്ട് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? ഇവിടുന്ന് ഒരു കമ്പി അങ്ങോട്ടേക്ക് ഒന്ന് പ്ലസ് ആകൃതിയിൽ ഇതാ വെച്ച് കൊടുത്തു. അപ്പോൾ ആ കമ്പി അവിടെ സെറ്റായി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഒരു ടയർ, ഞാനിത് വീതിയുള്ള ടയർ, 2 വീലറിൻ്റെ ടയറാണ്. 2 വീലറിൻ്റെ വീതി കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള ടയറുണ്ട്. ഇതിന് ഞാൻ പകുതിയാക്കി മുറിച്ചിട്ടുണ്ട്. ഞാൻ പകുതിയാക്കി മുറിക്കാനുള്ള കാരണം, ഇത്
കൊതുക് ഇതിൽ വളരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ടയർ മുഴുവൻ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കെട്ടി നിന്ന് കൊതുക് വളരും. കാരണം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ, പനി, വൈറൽ പനിയൊക്കെ കൂടുതലായിട്ട് വരുന്ന സമയങ്ങളാണ്. അപ്പോൾ നമ്മൾ ആ ഭാഗം കൂടെ ഒന്ന് കെയർ ചെയ്തിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാനിത് പകുതി ടയറാണ് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളതിൽ നിന്ന് ഒരു ടയറിന് അളവുള്ള കമ്പി നമ്മൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് മുറിച്ചെടുക്കുന്നുണ്ടെങ്കിലും ആ കമ്പി അളവ്, ടയറിനോടുള്ള ആ അളവ് പിടിച്ചിട്ട് മുറിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിൽ ബലം കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ വെറുതെ ഒരു ടയറിൻ്റെ ഒരു പകുതി കഷ്ണം കൂടി, ഇതിൻ്റെ മുറിച്ചൊരു ഭാഗം കൂടി നമ്മൾ ഈ സ്റ്റെമ്പ് മുകളിൽ എത്തുമ്പോൾ അത് ചെയ്താൽ മതി. ഞാൻ ആ ഭാഗം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലും കൂടി ഒന്ന് വെച്ച് കൊടുക്കുക. എന്തായി, ഇത് അധികം തൂങ്ങാതെ കുറച്ചും കൂടെ ടൈറ്റായിട്ട് നിൽക്കും. ഇവിടെ മുകളിൽ വെച്ച് വെറുതെ ഒരു കയറെടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ടൈറ്റായി നിന്നു. അപ്പം ടയർ സെറ്റ് ചെയ്യേണ്ട രീതിയും കൂടെ ഇതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ സ്റ്റെമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സ്റ്റെമ്പ് മാത്രം വളർന്ന് മുകളിലെത്താൻ അനുവദിക്കുക. അതിപ്പോൾ ഒരു ഏകദേശം ഒരു 3-4 മാസം കൊണ്ട് തന്നെ ഇവിടെ എത്തിക്കിട്ടും. ഇവിടെ എത്തിക്കിട്ടുന്നത് വരെ ഒരു സ്റ്റെമ്പും ഇവിടുന്ന് നേരെ ഇങ്ങ് മറിഞ്ഞ് വീഴാൻ തുടങ്ങും. മറിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അവിടെ നേരത്തെ ഇതിൽ കണ്ട പോലെ നേരെ വന്നു മറിഞ്ഞ് താഴേക്ക് വീഴുന്ന ഭാഗങ്ങളിലാണ് നമുക്ക് പൂവും കായും ഉണ്ടാകുക. അതുവരെ നമ്മൾ ഒന്നും അവിടെ നിന്നും മറിഞ്ഞ് വീണതിന് ശേഷം പിന്നെ പുതിയ പുതിയ നാമ്പുകൾ, ശിഖരങ്ങൾ പൊട്ടാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കണം. അത് നമ്മൾ കട്ട് ചെയ്ത് കളയരുത്. ആ ശിഖരങ്ങൾ പൊട്ടി ബുഷായി കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് നമുക്കിത് പഴങ്ങൾ കൂടുതലായിട്ട് നമുക്ക് വിളവുകൾ കിട്ടാൻ തുടങ്ങുക. അപ്പം ഇത്രയാണ് നമുക്കൊരു ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ പഴച്ചെടി ഒരു ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്ന രീതി. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.